അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന തുടരുകയാണ്. 11 സാമ്പിളുകൾ ഇതുവരെ പോസിറ്റീവ് ആയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗൗതം, ഇപ്പോൾ DNA പരിശോധന തുടർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ 11 സാമ്പിളുകൾ ഇപ്പോൾ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഈ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഇപ്പോൾ പരിക്കേറ്റ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ദേവിക, ഈ DNA പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏതാണ്ട് 294 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ, പ്രത്യേകിച്ച് ഈ വിമാനത്തിനകത്ത് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായത്. അതിനാൽ തന്നെ DNA പരിശോധനയിലൂടെ മാത്രമേ ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നിലവിൽ ഇന്നലെ രാത്രിയിൽ 11 ഈ ടെസ്റ്റുകൾ പോസിറ്റീവായി എന്നാണ് ലഭ്യമാകുന്ന വിവരം. സിവിൽ ആശുപത്രിയിലാണ് ഈ DNA പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോസിറ്റീവ് ആകുന്ന ടെസ്റ്റുകൾ അപ്പോൾ തന്നെ മൃതദേഹങ്ങൾ അവരവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അതായത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾക്കിടയിലുമൊക്കെ എന്തെങ്കിലും ഈ വിമാനത്തിൻ്റെതായ മറ്റു ഭാഗങ്ങളോ മറ്റോ കിട്ടുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് പകൽ സമയങ്ങളിൽ ഇപ്പോൾ ഈ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവിക. ശരി, അതോടൊപ്പം തന്നെ ഗൗതം, രഞ്ജിതാജി നായർ എന്നൊരു മലയാളി കൂടി മരിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. രഞ്ജിതയുടെ സഹോദരൻ കഴിഞ്ഞ ദിവസം എത്തി DNA സാമ്പിളുകളെല്ലാം നൽകിയിരുന്നു. എത്രയും വേഗം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രഞ്ജിതയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള എല്ലാ സഹായവും ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് അനുഗമിക്കാം, അല്ലേ? ദേവിക, വളരെ വേഗത്തിൽ തന്നെ ഈ പരിശോധന പൂർത്തീകരിച്ച് DNA പരിശോധന പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ വിട്ടു നൽകാനാണ് ഇപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഗുജറാത്ത് സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രഞ്ജിതയുടെ സഹോദരൻ ഇന്നലെ പുലർച്ചെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെ തുടരുകയാണ്. പരിശോധന ഇതിനുള്ള സാമ്പിൾ DNA പരിശോധനയ്ക്കായുള്ള സാമ്പിൾ ഈ ടെസ്റ്റ് നടത്തുന്ന ആളുകൾക്ക് ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് പോസിറ്റീവ് ആകുന്ന ഘട്ടത്തിൽ വളരെ വേഗത്തിൽ തന്നെ മൃതദേഹം ഈ രഞ്ജിതയുടെ സഹോദരന് നൽകി കേരളത്തിലേക്ക് വിമാനമാർഗം അയക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗുജറാത്ത് സർക്കാർ ഏർപ്പെടുത്തും. നേരത്തെ സുരേഷ് ഗോപി അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവരെല്ലാം രഞ്ജിതയുടെ പുല്ലാട്ടെ വീട് സന്ദർശിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. എന്തായാലും സഹോദരൻ ഇപ്പോഴും അഹമ്മദാബാദിൽ തുടരുന്നു. ഈ DNA പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം നൽകിയതാണ്. ഈ ടെസ്റ്റ് നടക്കുന്ന ഘട്ടത്തിൽ പോസിറ്റീവ് ആകുന്ന ഘട്ടത്തിലാണ് ഓരോരുത്തരുടെയും മൃതദേഹങ്ങൾ ഈ ബന്ധുക്കൾക്ക് നൽകി പിന്നീട് അത് സംസ്കരിക്കുന്നതിനായി അവരവരുടെ നാടുകളിലേക്ക് എത്തിക്കുന്നതിനായുള്ള സൗകര്യങ്ങൾ ഈ സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. അതേസമയം ഇതിന്റെ അന്വേഷണവും മറുഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ രീതിയിലുള്ള അന്വേഷണമാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണമാണ് ഏറ്റവും പ്രധാനമായി നടക്കുന്നത്. എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത്, ഇതിൽ അട്ടിമറി സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ എഞ്ചിൻ തകരാറുകളാണോ, ഇതേപ്പറ്റിയെല്ലാം വിശദമായി അന്വേഷിക്കുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. ഇത്തരം ഒരു ദുരന്തം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ഗൈഡ് ലൈൻസുകൾ വിമാന കമ്പനികൾക്ക് എയർ ഇന്ത്യക്ക് ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി മറ്റൊരു ഉന്നതാധികാര സമിതിയെ കൂടി സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഇന്നലെ അഹമ്മദാബാദിൽ വാർത്താ സമ്മേളനം നടത്തിയ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി റാംമോഹൻ നായിഡു ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഒരു സമിതിയാണ്. അതിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ഉണ്ട്. അതോടൊപ്പം വ്യോമയാന സെക്രട്ടറിയും ഗുജറാത്ത് സർക്കാരിന്റെ ഒരു പ്രതിനിധിയും അടങ്ങുന്ന ഉന്നതാധികാര സമിതിയാണ്. ഈ സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് നൽകും. അങ്ങനെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും ഉന്നതാധികാര സമിതിയുടെയും DGCAയുടെയും എല്ലാം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധാരണയായി വിമാന ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ വളരെ വൈകി മാത്രമേ പുറത്തു വരാറുള്ളൂ. ബ്ലാക്ക് ബോക്സും DVRും ഉൾപ്പെടെയൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണയായി മറ്റു കേസുകൾ പോലെ വളരെ പെട്ടെന്ന് അന്വേഷണ റിപ്പോർട്ടുകൾ വരാറില്ല. താമസം എടുത്താണ് ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. എന്തായാലും ഈ ഉന്നതാധികാര സമിതിയുടെ ഗൈഡ് ലൈൻസ് അടങ്ങുന്ന റിപ്പോർട്ട് അത് 3 മാസത്തിനകം സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് ഇന്നലെ വ്യോമയാന മന്ത്രി വ്യക്തമാക്കിയത്. ശരി.